ഹായ് ഗേയ്സ്, ഞങ്ങളപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ഇന്നലെ രാത്രി ഒരു 11:15 ആയപ്പോഴത്തേന് എത്തി. 11:15 എത്തിയപ്പോൾ. അപ്പോൾ ചെങ്ങന്നൂരെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനുണ്ട്. പക്ഷേ അത് ഇന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള നേരമില്ല, കാരണം അത് കുറച്ച് സമയം എടുക്കും എഡിറ്റ് ചെയ്തിടാൻ. അപ്പോൾ ഇന്ന് നമ്മുടെ അനന്തക്കുട്ടൻ ഇന്ന് തിരിച്ച് സ്കൂളിലോട്ട് പോവാം. അപ്പോൾ ഇവന് ആദ്യം പോയി തുണിയൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ തുണി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആശാനെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള പാൻറ്റാണ് എടുത്തത്. അപ്പോൾ ഒരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കൂളിൽ ഈ ഡ്രസ്സിങ്സിന് ഒക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓവർ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ 2 പാൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പള്ളിച്ചൽ നമ്മുടെ മഞ്ജു ഫാഷൻസ്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് PRS ഇവനെ ഒന്ന് കാണിക്കണം, PRS ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് ഇവന് കുറച്ച് ഈ മറ്റുള്ള ഐറ്റംസ്, അതായത് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നേരെ പോയിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പള്ളിച്ചലുള്ള മഞ്ജു ഫാഷൻസ്. ഇതൊരു ചൂടെന്നറിയോ, സത്യം പറഞ്ഞാൽ റോഡിലൊക്കെ ഓണം ആയിക്കൊണ്ട് നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂട്ടറും ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. പക്ഷേ പറയത്തൊക്കെ അത്ര വലിയ ട്രാഫിക്കും തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞുകൊണ്ടായിരിക്കും, തിരുവോണമൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം എന്തോന്നും അറിയത്തില്ല, കാരണം ഓണം കഴിഞ്ഞുകൊണ്ട് ഇനി സെലക്ഷൻസൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കൊന്ന് കയറി പോയി നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഫാക്ടറി ഔട്ട്ലെറ്റാണ്. ശരി, പോക്കറ്റാണ്. ഇവരെ ഈ കഴക്കൂട്ടം സൈനിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫോർമൽ ടൈപ്പ് മതി. ഈ ടൈപ്പ് തന്നെ ഉദ്ദേശിച്ചത്. സൈസ് നോക്കിക്കോട്ടെ. ഇഷ്ടപ്പെട്ടോടാ? അല്ല, ഇട്ട് നോക്കാൻ സൈസ് അറിയാൻ വേണ്ടിയിട്ട്. സൈസ് അറിയാൻ വേണ്ടി അതൊന്ന് ഇട്ട് നോക്കിയാൽ ഇവിടെ പോയാലേ ഈ സൈഡ്. എവിടെ? ആ, അവനപ്പോൾ അങ്ങനെ ട്രയൽ നോക്കാൻ പോയിരിക്കുക. എന്തായാലും ഒരു 2 പാൻറ്റ് വേണം. എന്ത് പറ്റി? വെട്ടമില്ലേ? ഇതാ വെട്ടമുണ്ടോ? ഓക്കെ ഓക്കെ. ഇവിടെ കുഞ്ഞോ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ശരിക്കും നല്ല വില കുറച്ച് നമ്മുടെ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളായാലും പിന്നെ നമ്മുടെ വലിയവർക്കുള്ള ഐറ്റംസും മുണ്ട്. ഇപ്പം ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് നല്ല വിലക്കുറവുണ്ട്. ഈ 2 രൂപ ചേച്ചി. തൊട്ടടുത്ത സൈസോ? ഇതിൻ്റെ തൊട്ടടുത്ത സൈസ് വേണം കേട്ടോ. ടൈറ്റാണ്. അതിപ്പം ഊരുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഊര. അവൻ ആദ്യം ഒരു സൈസ് എടുത്തു, അത് പറ്റിയില്ല. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ടടുത്ത സൈസ് എടുക്കാൻ വേണ്ടി നോക്കുക. എൻ്റെ മുഖത്ത് കണ്ടില്ല, ഇവിടെ എവിടെയോ ഇന്നലെ പിന്നെ പായസം വെച്ചപ്പോൾ അമ്പലത്തിൽ വെച്ചേ പായസം ഇളക്കിയ സമയത്ത് ഇവിടെ എവിടെയോ
ഇവിടെയാണെന്ന് തോന്നുന്നു പായസം വീണ് പൊള്ളി. എന്താ ചെറിയൊരു നീറ്റിലുണ്ട്. ഇപ്പോൾ തൊലിയിളായി പോയി കഴിഞ്ഞിട്ട് വല്ല ക്രീം വല്ലതും ഇട്ട് അത് ശരിയാക്കണം, അല്ലെങ്കിൽ കുഴപ്പമാവും. എന്തായാലും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കയറി വന്നപ്പോൾ വിചാരിച്ചു ഓണം ആയതുകൊണ്ട് നമുക്ക് കളക്ഷൻസ് ഒന്നും ഒക്കെ തീർന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇത് സെക്കൻഡ് ഫ്ലോറാണ്, ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുന്നുണ്ട്. റോഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഗംഭീര വ്യൂ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, മുണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത്, നമുക്ക് മറ്റുള്ള ഷോറൂമുകളിലൊക്കെ കിട്ടുന്നതിനേക്കാളും വെറൈറ്റി സാധനങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട്. ഈ മുണ്ടൊക്കെ ഏതായാലും അവർക്ക് അവരുടേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഈ കടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതും ടൈറ്റാണോ? ഇവനിപ്പോൾ 2 സൈസ് എടുത്തു, അത് രണ്ടും ടൈറ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത സൈസ് എടുക്കാൻ പറ്റും. നിങ്ങളെ നടക്കുമോ? അടുത്ത സൈസ് വേണം അല്ലേ? തൊട്ടടുത്ത് അത് പക്ഷെ അപ്പം ലെങ്ത് പ്രശ്നം വരും അല്ലേ? കട്ട് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഇവിടെ ഓൾട്ടർ ചെയ്യുമോ? ഇപ്പോൾ സ്കൂളിൽ പോകുന്നതാണ് ഡയറക്റ്റ് അല്ലേ? അല്ല, എപ്പോൾ ചെയ്ത് കിട്ടും? അങ്ങനെയല്ല, ഓൾട്ടറിങ് നമ്മളിവിടെ സ്റ്റാർട്ടിങ് ആണല്ലോ. ഷോപ്പ് ഓപ്പൺ ആയ ടൈം, അതിനുശേഷം പിന്നെ അവർ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പോയി, പുള്ളിക്കാരൻ നിർത്തി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓൾട്ടറിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ആരെയും വെച്ചില്ല. ഓക്കെ, ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ജംഗ്ഷനിലൊക്കെ ഓൾട്ടറിങ്ങിൻ്റെ കാണും. ഞാൻ നോക്കട്ടെ. കാരണം കിഡ്സിന്റെ സെക്ഷനിലുള്ള ട്രയൽ ചെയ്ത്, അപ്പോൾ ഇനി കിഡ്സിന്റെ സെക്ഷനിലെ ലാസ്റ്റ് സൈസ് ആണ് ഇപ്പോൾ ട്രയൽ ചെയ്തത്. അപ്പോൾ അവനത് ടൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ജെൻസിൻ്റെ ഇതിൽ അതിൻ്റെയൊക്കെ ചെറിയ സൈസാണ് എടുത്തത്. ഇതൊക്കെ ആണെങ്കിൽ ഇതൊരിക്കാണ് കംഫർട്ട്. ഓക്കെ, അവനിപ്പോൾ കിഡല്ല, അവൻ വളർന്നു. കിഡിൻ്റെ സൈസിലുള്ളതൊക്കെ നോക്കിയിട്ടൊന്നും രക്ഷയില്ല. അപ്പോൾ അങ്ങനെ അവസാനം അവന് ഒരു സൈസ് സെറ്റായി. ഇത് കറക്റ്റാ, എടുത്തു. കംഫർട്ടാ, കുഴപ്പമില്ല. ഇത്തിരി ബെൽറ്റ് യൂസ് ചെയ്യും. ലെങ്ത് ഞാൻ ഓൾട്ടർ ചെയ്തെടുത്തോളാം, കുഴപ്പമില്ല. അപ്പോൾ അവന് അവസാനം ഒരു സൈസ് സെറ്റായി. ഇപ്പം അതിൽ 2 വേണേ. കളറോടെ ഒന്ന് നോക്കിയോട്ടെ മക്കളെ, അത് ഊരിട്ടിങ്ങി പാടാ. ജെൻസിൻ്റെ സെക്ഷനിൽ നോക്കുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി ഷർട്ടുകളും അതേപോലെ ടീഷർട്ടുകളൊക്കെ ഇഷ്ടം പോലെ വന്ന് ഇരിപ്പുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ തോന്നും. പക്ഷേ ഇപ്പം മോന് സ്കൂളിൽ പോകേണ്ടതായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. ഇത് കൊള്ളാം, ഫുൾ സ്ലീവ് അല്ലേ? നിങ്ങളുടെ ഓണർമാരും ഇല്ലയോ? അല്ല, ഇനി വരുന്നതാണ്. ഈ ഷർട്ടൊക്കെ എത്രയാണ്? 470. ഇതിന് ടീഷർട്ടിന്? ടീഷർട്ട് 314 186. പിന്നെ കളർ നോക്കാം. ഇത് കൊള്ളാം, നല്ലൊരു കളറല്ലേ? ഇത് വെറൈറ്റി, എനിക്കിഷ്ടപ്പെട്ടു. ഷർട്ടിൻ്റെയൊക്കെ വിപുലമായ കളക്ഷൻസ് ആണ്. നല്ലൊരു കളർ കണ്ടില്ലേ? നോക്കട്ടെ, ഇനിയിപ്പോൾ ഇവൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് 2 ഷർട്ട് എടുക്കണം.
ഷെയ്ഡ് കിട്ടൂടാ, പറ്റത്തില്ല. ഇവരുടെ സ്കൂളിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെറൈറ്റി, അതായത് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഓവർ മോഡേൺ ആയിട്ടുള്ള ഷെയ്ഡുള്ള ജീൻസുകൾ ഇതൊന്നും ഇടാൻ പിന്നെ അവിടെ പാടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കാഷ്വലായിട്ടുള്ള സാധാരണ ഡ്രസ്സുകൾ മാത്രമേ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ചെറിയ കുഴപ്പമുണ്ട്. അതുകൊണ്ട് മാക്സിമം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇവനിപ്പം ഇവിടെ ഇട്ടുകൊണ്ട് നടക്കാനല്ലല്ലോ, സ്കൂളിൽ ഇട്ടുകൊണ്ട് നടക്കാനല്ലേ. അവൻ്റെ അമ്മ 2 പാൻറ് എടുക്കണമെന്ന് പറഞ്ഞാൽ വിട്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് ആശാന് 1 പാൻറ് മതിയെന്ന്. ഇത്ര എളിമയുള്ള പിള്ളേരെ ഇവിടെ കിട്ടി. 576 രൂപയ്ക്ക് നമ്മളങ്ങനെ ഒരു പാൻറ്റും എടുത്തു. ഇനിയിപ്പോൾ നേരെ PRS ഹോസ്പിറ്റലിലോട്ട് പോകണം. PRS ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറാം. ഓക്കെ, ബില്ല് ചെയ്തിട്ട് വരാം. ഗ്രൂപ്പുകൾക്ക് ആവശ്യമായ ഒരേ ഡിസൈനുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതെന്തോ അങ്ങനെ പറഞ്ഞു? ഓക്കെ 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 ഓക്കെ, ഒരേ ഡിസൈനിലുള്ളത് അല്ലേ? ഈ കല്യാണത്തിനൊക്കെ ഇടാനേ? ഓക്കെ, ഫങ്ഷൻസിനും. അങ്ങനെ നമ്മൾ PRS നിന്നൊക്കെ ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ കൈമനത്തുള്ള മിനി മാർട്ടി വന്നതാണ്. PRS നല്ല ലേറ്റായിപ്പോയി. മോന് സ്കിന്നിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്, ചെറിയ റാഷസ് പോലെ. ഈ ബോർഡിങ്ങിൽ താമസിക്കുന്ന മിക്ക പിള്ളേർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇതിൻ്റെ പിന്നെ അവിടെ ഹൗസിൽ തന്നെ കുറേ ആളുകൾക്ക് ഇതുപോലത്തെ ഇൻഫെക്ഷൻ ഉണ്ട്. അത് മിക്കവാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ട ഒരു ഗുളിക. നേരത്തെ തൊട്ടേ തുടങ്ങിയതാണ്. ഇതിപ്പം റെഗുലറായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ എന്തായാലും 2ാമത്തെ തവണയാണ് വിസിറ്റ് ചെയ്തത്. അത് കറക്റ്റായിട്ടെല്ലാം പുള്ളി പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ നമുക്ക് അവന് കുറച്ച് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൈമനത്ത് മിനി മാർട്ടി വന്നു. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. കിട്ടിയോ? ഇന്ന് നമുക്ക് വീട്ടിലൊരു ഗസ്റ്റുണ്ട്. എൻ്റെ ചേച്ചി, അതായത് അവർ തിരുവല്ലയിൽ നിന്ന് വരുന്നുണ്ട്. ചേച്ചിയും പിള്ളേരും അളിയനും എല്ലാവരും കൂടെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സാധനം വാങ്ങിച്ചിട്ട് ഇപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. ഇന്ന് സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വഴിക്ക് വെച്ച് അളിയനെയും ഒക്കെ കണ്ടുമുട്ടി. അപ്പോൾ അവരെ മോനെ അവരോടെ കയറ്റി നേരെ ഞാൻ വീട് നമുക്കിപ്പോൾ ഈ വഴി വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇപ്പം പണിയൊക്കെ നടക്കുന്നുണ്ടേ, വഴി സ്വല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് നേരത്തെ ഉള്ള വഴി അറിയത്തുള്ളൂ. ഇപ്പോഴത്തെ വഴി കറക്റ്റ് അറിഞ്ഞുകൂടാ. അപ്പോൾ മോനെ അവരോടെ കയറ്റി കാറേ വിട്ടു. എന്നിട്ട് ഞാൻ പതുക്കെ അവനൊരു അലാറം വാങ്ങിക്കണം. അലാറം വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ നല്ല ദാഹം, ഒരു കരിക്കിൻ ഷേക്ക് ഇവിടെ വെള്ളായണിയിൽ കരിക്കിൻ ഷേക്കിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഷേക്കും ഒക്കെ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. കൊള്ളാം. അങ്ങനെ ഞാൻ പിന്നെ അലാറമൊക്കെ വാങ്ങിച്ചോണ്ട് നേരെ വീട്ടിൽ എത്തിയപ്പോഴത്തേനും അളിയനും ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. അളിയാ ഹായ്. ഹായ്. ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന സദ്യ. അവിടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഹായ് പറയാ, ഒരു ഹായ് പറഞ്ഞേക്കാൻ. ആഹാ, വന്നുടനെ സദ്യ കയറിയിരുന്നോ? ഇതാണ് അമ്മക്കുട്ടി, ഇത് അക്കുക്കുട്ടി. ഹായ്. ഇവിടെ വേറൊരു ചുണ്ടനിരിപ്പുണ്ട്, കണ്ട അമ്മയുണ്ട്. അപ്പോൾ വന്നുടനെ എല്ലാവരും സദ്യയുടെ വണ്ണത്തിലോട്ട് കൂട്ടാനൊക്കെ എന്തുണ്ടായി? എന്താ സദ്യ?
അപ്പോൾ എന്തായാലും വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കൊണ്ടിട്ട് നമുക്ക് നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.